ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണല്ലേ പച്ചടി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ പച്ചടി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ആപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതേ നമുക്ക് ആപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല മധുരമുള്ള 2 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളും അതേപോലെ ആ ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിപ്പം നമുക്കിതിലേക്ക് ഇത് നെകക്കെ നിൽക്കാൻ, അതായത് ആപ്പിള് നെകക്കെ നിൽക്കത്തക്കവണ്ണമുള്ള രീതിയിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ആപ്പിൾ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ കൂടി ഇരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ആ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതാണ്. ഞാനിപ്പം ചൂടുവെള്ളമല്ല, സാധാരണ ഒരു വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട, കാരണം വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എല്ലായിടും ഒന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അതൊന്ന് വെള്ളത്തിലേക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കുന്ന അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാൻ 250 ml കപ്പിൽ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതേപോലെ 2 പിടി തേങ്ങ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത് കൂടാതെ ഒരു പച്ചമുളകും പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ ജീരകവും കൂടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് പൊടിച്ചെടുത്തിട്ട് വരാം. സാധാരണ കോക്കനട്ട് ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുത്തിട്ട് വരാം. ഇത് നല്ല ഫൈനായിട്ട് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകാണ്. ഇതിനകത്ത് ആവശ്യമുള്ള കടുക് വേണം. അതിന് മുന്നേ ഞാനിതിൻ്റെ കറക്റ്റ് ഒരു പരുവം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ കടുക് ഇട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടുക് കഴിക്കും. അതുകൊണ്ട് നമുക്കിതേ കടുക് പിന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. കടുക് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അരഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പിളും കാര്യങ്ങളും ഒക്കെ ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ കണ്ടോ. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞിട്ടുള്ള അരപ്പാണ്. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ലേശം ഒരു മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളവും കൂടെ എടുത്തിട്ട് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആ ഒരു ആപ്പിളുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാൻ ആ ജാറ് കഴുകിയുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് നമുക്ക് ആ ഒരു ആപ്പിളിൽ ആ ഒരു അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് ലേശം നേരം അതൊന്ന് അരപ്പൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കത് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഞാനപ്പം ആ എല്ലായിടവും ഒന്ന് അരപ്പ് പറ്റുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇതേപോലെ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പ് എല്ലായിടവും പറ്റുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളം അതിനകത്ത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പം അതിന് വീണ്ടും ഞാൻ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു 1/2 സ്പൂൺ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് കറിവേപ്പില വളരെ കുറവാണ്. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ 1-2 കതപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അരപ്പെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരപ്പല്ല നമ്മുടെ ആ ഒരു പച്ചടിയുടെ എല്ലാം ആ ചൂടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ചൂടായിട്ട് തന്നെ ആ ഒരു
ഫ്രൈ പാനിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റിയത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പിരിയത്തില്ല കേട്ടോ, തൈര് പിരിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഫുള്ളും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ആ തൈരെല്ലാടും ഒന്ന് പറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം, മിസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ എന്നും ഒരേപോലെ വെള്ളരിക്ക പച്ചടിയോ അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പച്ചടിയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ഓൾറെഡി ഞാനിപ്പോൾ ഓണത്തിൻ്റെ പല റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷവും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ പ്രാവശ്യം ചെയ്യാത്ത പല റെസിപ്പീസും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അപ്പം ലൈക്കൊക്കെ എല്ലാവരും തന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതേപോലെ ഓണം സീരീസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും റെസിപ്പീസ് ഇതിൻ്റെ പിന്നാലെ എല്ലാ ദിവസവും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പീസും കൂടെ എല്ലാവരും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റ ബൈ, സീ യു.